സംസ്ഥാനത്ത് പ്രളയഭീഷണി വർദ്ധിച്ചതായി സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ പഠനം പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലെ തീരദേശ പ്രദേശങ്ങളുടെ കാലാവസ്ഥാ ദൗർലഭ്യം വിലയിരുത്തുന്ന ഈ പഠനത്തിൽ കേരളം പ്രളയത്തിൻ്റെ അതീവ ഗുരുതര വിഭാഗത്തിൽപ്പെട്ട ഏക സംസ്ഥാനമാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരള തീരത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത്, തീരത്തിൻ്റെ ഭൂപ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയാണ് പ്രളയഭീഷണി വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങൾ. എന്നാൽ ചുഴലിക്കാറ്റ്, ഉഷ്ണതരംഗം എന്നിവയുടെ തീവ്രത കേരളത്തിൽ താരതമ്യേന കുറവാണെന്നും പഠനം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് തീരപ്രദേശങ്ങളിലുണ്ടായ മാറ്റങ്ങളും സമുദ്രനിരപ്പ് ഉയരുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളും താരതമ്യേന തീവ്രതയിൽ കൂടുതലായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം എന്നിവ ഉൾപ്പെടെയുള്ള വടക്കൻ ജില്ലകളിൽ കടൽ നിരപ്പ് ഉയരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോഴിക്കോട് ഉയർന്ന തീവ്രത വിഭാഗത്തിലുള്ള ജില്ലയാണ്. IPCC 6 അന്താരാഷ്ട്ര കാലാവസ്ഥാ പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ പുതിയ പഠനം. ഇന്ത്യയിലെ തീരപ്രദേശങ്ങൾക്ക് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം രൂക്ഷമാകും എന്നത് ഇതിലൂടെ മനസ്സിലാകും. ഈ പഠനത്തിൽ 14 തരത്തിലുള്ള അപകട സാധ്യതകളെ അടിസ്ഥാനമാക്കി ഒരു സൂചിക തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സൂചിക പ്രകാരം കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ശാരീരിക അപകടങ്ങൾ ഏറ്റവും രൂക്ഷമായി ബാധിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ തീരപ്രദേശം ഏതാണെന്നോ? ആന്ധ്രാപ്രദേശാണ്. കടൽ നിരപ്പ് ഉയരൽ, വെള്ളപ്പൊക്ക സാധ്യത, തീരത്തെ മാറ്റം, ഉഷ്ണതരംഗം, ചുഴലിക്കാറ്റ് സാധ്യത തുടങ്ങിയ അപകടങ്ങൾ ബിസിനസ്സുകളെയും കമ്മ്യൂണിറ്റികളെയും സാമൂഹിക ആവാസ വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും പഠനത്തിൽ പറയുന്നു. പടിഞ്ഞാറൻ തീരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് ചുഴലിക്കാറ്റ് അപകടങ്ങൾക്ക് ഉയർന്ന സാധ്യതകളുണ്ട്. ഒഡീഷയും പശ്ചിമ ബംഗാളുമാണ് ഇതിൽ മുന്നിൽ നിൽക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും തീരദേശ സമൂഹങ്ങളെയും പ്രാദേശിക സർക്കാരുകളെയും സഹായിക്കാനും അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാനും സാധിക്കും എന്നാണ് വിലയിരുത്തൽ. 2030 വളരെ ഉയർന്നതും പ്രവചനാതീതവുമായ വേനൽക്കാല മൺസൂൺ ഇന്ത്യ കാണും എന്നാണ് ലോകബാങ്കിൻ്റെ റിപ്പോർട്ടിലും പറയുന്നത്. Do you miss the flavor of Kerala? The sound of the chenda? The taste of sadhya? The beauty of our backwaters? Pravasi Bharati Radio Network brings you the best of Kerala, no matter where you are in the world. Headed by the veteran broadcaster Mr. Chandra Senan, our network is dedicated to bring you the authentic flavor of Kerala. With 8 channels broadcasting in 18 countries, we reach 4.2 crores of Malayalees worldwide. Get ready to experience the flavor of Kerala, no matter where you are. Pravasi Bharati Radio Network, launching soon.